മറ്റത്തൂരിലായഞ്ഞ കോൺഗ്രസ് വിമതർ രാജിക്ക് സന്നദ്ധരെന്ന് KPCC അധ്യക്ഷനെ അറിയിച്ചു. DCC അധ്യക്ഷന് പിഴവുണ്ടായെന്ന് TM ചന്ദ്രൻ. വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചേക്കും. വിമതരുമായി റോജി M ജോൺ ഇന്നലെ ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് വിമതർ KPCCയെ നിലപാട് അറിയിച്ചത്. സത്യത്തിൽ മറ്റത്തൂരിൽ പാർട്ടിയുടെ ചില അംഗങ്ങൾ ചെയ്ത തെറ്റ് അത് അവരെ ബോധ്യപ്പെടുത്തുകയും പാർട്ടി ഈ കാര്യത്തിൽ എടുക്കേണ്ട സത്വര നടപടികൾ അപ്പം തന്നെ സ്വീകരിച്ചിട്ടുള്ളതാണ്. സമാനമായ രീതിയിലാണ് ചൊവ്വന്നൂരിലും പാറളത്തും നടത്തിയത്. പാറളത്ത് കോൺഗ്രസിൻ്റെ ഒരു അംഗം പിന്നെ അവരുടെ വോട്ട് അസാധുവാക്കിയിലൂടെ BJPയുടെ പ്രസിഡന്റ് നിലവിൽ വന്നു. ഞങ്ങൾ അറിഞ്ഞ സമയം അപ്പോൾ തന്നെ നടപടി സ്വീകരിക്കുകയുണ്ടായി. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലിഡിയ, 2-3 ദിവസമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയൊരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഈ അയോഗ്യത ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു നിലപാടാണ് നേതൃത്വം സ്വീകരിച്ചത്. പക്ഷേ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് വിമതരും അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇങ്ങനെ അയയാനുള്ള ഒരു കാരണം എന്താണ്? കഴിഞ്ഞ ദിവസത്തെ ചർച്ചയൊക്കെ തന്നെയാണോ ഇതിന് പിന്നിൽ? അമൃത, ഇന്നലെ വരെ പിന്നോട്ടില്ല, രാജിവെക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയായിരുന്നു വിമതർ ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നലെ KPCC നേതൃത്വവുമായി വിമതർ ചർച്ച നടത്തുകയും പ്രത്യേകിച്ച് റോജി M ജോൺ MLA-യുമായി വിമതർ ഇന്നലെ വൈകുന്നേരം കൂടിക്കാഴ്ചയടക്കം നടത്തിയിരുന്നു. ഒരു അനുനയ ചർച്ചയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നു. അത്തരത്തിലുള്ള ചർച്ചയിലും KPCC നേതൃത്വത്തോട് സംസാരിച്ചതിൽ നിന്നുമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. ഏകദേശം അതായത് രാജി വെക്കാം എന്നുള്ള ഒരു രാജ്യസന്നദ്ധത ആണ് ഇപ്പോൾ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. പക്ഷെ ഉപാധികളോടെയാകും രാജി. തങ്ങൾ പറയുന്ന കാര്യങ്ങൾ, അതായത് തങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്നടക്കം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ രാജി സന്നദ്ധത അറിയിച്ചിരിക്കുന്നത്. അതായത് ഈ നിലവിൽ തന്നെ ഇതിനു മുൻപ് തന്നെ DCC അധ്യക്ഷനുമായും ഒപ്പം DCCയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളുമായും ഒക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ KPCC അധ്യക്ഷന് ധരിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ KPCC നേതൃത്വത്തെ വിമതർ ധരിപ്പിച്ചിട്ടുണ്ട്. ഇന്നലത്തെ കൂടിക്കാഴ്ചയിലും ചർച്ചയിലുമൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്, അത് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിമതർ പറയുന്നത്. അക്കാര്യങ്ങളിൽ തങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകണം. പ്രത്യേകിച്ച് DCC പ്രസിഡന്റുമായ പ്രശ്നങ്ങളിലൊക്കെ ഒരു തീരുമാനമുണ്ടാകണം. DCCയിൽ ഉള്ള നിലവിലുള്ള നേതൃത്വത്തിനുള്ള പ്രശ്നങ്ങളിൽ തീരുമാനമുണ്ടാകണം എന്നുള്ളതാണ് വിമതർ പറയുന്നത്. മാത്രമല്ല, തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടാൽ ഉടൻ രാജി വെക്കാമെന്നും TN ചന്ദ്രൻ അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട്. എന്തായാലും വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാം എന്നുള്ള നിലപാടിലേക്കാണ്, അത്തരത്തിലുള്ള ഒരു രാജ്യസന്നദ്ധതയിലേക്കാണ് വിമതർ നീങ്ങുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഉപാധികളും കാര്യങ്ങളും ഒക്കെ വെക്കുന്നുമുണ്ട്. ഈ DCC പ്രസിഡന്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം വേണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഉപാധികളായി വെച്ച ശേഷമാണ് ഇത്തരത്തിൽ ഒരു രാജ്യസന്നദ്ധത അറിയിക്കുന്നത് എന്നുള്ളത് കൂടിയാണ്. പക്ഷേ ജോസഫ് ടാജറ്റ് അടക്കമുള്ള ആളുകൾ, DCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ KPCC നേതൃത്വത്തിൽ നിന്ന് ഒരു കൃത്യമായ തീരുമാനമുണ്ടാകാതെ അല്ലെങ്കിൽ തങ്ങൾക്ക് ഒരറിയിപ്പ് ലഭിക്കും വരെ ഈ നടപടിയുമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ആലോചിക്കുന്നത്. നിലവിലുള്ള അയോഗ്യതാ നടപടികളുമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ആലോചിക്കുന്നത്. KPCC നേതൃത്വത്തിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള അറിയിപ്പ് ലഭിച്ചാൽ മാത്രമേ മറ്റു തീരുമാനങ്ങളിലേക്ക് പോവുകയുള്ളൂ എന്നുള്ള നിലപാടിൽ തന്നെയാണ് DCC പ്രസിഡന്റ് അടക്കമുള്ളവർ ഉള്ളത്.